എല്ലാവർക്കും സലാഡ് സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഒറിയോ ബിസ്ക്കറ്റ് കാണാത്തവരുണ്ടാവില്ലല്ലേ, അല്ലെങ്കിൽ കഴിക്കാത്തവർ വളരെ കുറവാകും. ഇതുമല്ലെങ്കിൽ വീട്ടിൽ പിള്ളേർക്കെങ്കിലും നമ്മൾ മേടിച്ചു കൊടുക്കാറുണ്ടായി. ഇതിന്റെ ഉള്ളിലുള്ള ഒരു കഥയെ കുറിച്ചാണ്, അതായത് ഈ ബിസ്ക്കറ്റിന്റെ മുകളിലുള്ള ഒരു ഡിസൈനിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ. 1898 അമേരിക്കയിലെ നാഷണൽ ബിസ്ക്കറ്റ് കമ്പനി, അതായത് നെബിസ്കോ എന്നുള്ളൊരു സ്ഥാപനം അമേരിക്കയിൽ രൂപം കൊള്ളും. നെബിസ്കോയുടെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റായ ഒറിയോ കുക്കി രൂപം കൊള്ളുന്നത് 1912 മാർച്ച് 14 ഒറിയോ കുക്കിയുടെ ആദ്യകാല ഡിസൈൻ സൺഷൈൻ ബിസ്ക്കറ്റ് കമ്പനിയുടെ ഹൈഡ്രോക്സ് കുക്കിയിൽ നിന്ന് കടമെടുത്തതാണ് എന്നും പറയപ്പെടുന്നു. ഇനി ഇന്ന് കാണുന്ന ഒറിയോ കുക്കിയുടെ ഡിസൈനെ കുറിച്ച് പറയാം. 1952 വില്യം എ ടെർണിയർ എന്ന എഞ്ചിനീയർ ഈ രൂപം ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് 2024 72 വർഷം. ഇനി ഈ ബിസ്ക്കറ്റിന് മുകളിലുള്ള ഡിസൈനെ കുറിച്ച് പറയാം. ഈ ബിസ്ക്കറ്റിന്റെ മുകളിൽ റൗണ്ട് രൂപത്തിൽ കുറെ ലൈൻസ് കാണാം. ഈ ലൈൻസ് 90 എണ്ണം ഉണ്ടായി. ഈ 90 എണ്ണം വെക്കാൻ കാരണം 90കളിൽ തുടക്കം കുറിച്ച ബ്രാൻഡ് ആയതുകൊണ്ടും ഈ നമ്മൾ ബിസ്ക്കറ്റ് ട്വിസ്റ്റ് ചെയ്ത് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ഇനി അതിനോട് ചേർന്ന് നിൽക്കുന്ന 12 വരകളും 12 ഡോട്ടുകളും 12 ഇല പോലെയുള്ള ഡിസൈൻസും, അതായത് ക്രോസ് പാറ്റേണിനോട് ചേർന്നുള്ള ഇല പോലെയുള്ള ഡിസൈനും വെക്കാൻ കാരണം 1912 രൂപം കൊണ്ട പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് എന്നുമാണ് പറയപ്പെടുന്നത്. ഇനി നടുക്ക് കാണുന്ന ക്രോസും ചില എലമെന്റ്സും ഇന്നർ സീൽ സിംബലിനോടും അതുപോലെ തന്നെ ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ക്രോസ് ഓഫ് ലൊറൈനോട് സാമ്യമുണ്ട് എന്നുമാണ്. അർത്ഥങ്ങളും കഥകളും ഒരുപാട് പറയുന്നുണ്ടെങ്കിലും ഈ 72 വർഷം ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി മാറ്റങ്ങൾ വരുത്താതെ കൊണ്ടുപോകുക എന്നത് ചെറിയ കാര്യമല്ല. ഈ സ്ഥിരത തന്നെയാവണം ഒറിയോയെ ഏറ്റവും നല്ല ബ്രാൻഡുകളിൽ ഒന്നാക്കി മാറ്റുവാനുള്ള കാരണങ്ങളിലും.